ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനൊരു മലപ്പുറത്തുകാരി ആയതുകൊണ്ട് തന്നെ ഇന്ന് വന്നിട്ടുള്ളത് മലപ്പുറത്തെ കുറച്ച് സ്പെഷ്യൽ ഉച്ചയൂണിൻ്റെ വിഭവങ്ങളുമായിട്ടാണ്. എല്ലാം നാടൻ റെസിപ്പീസാട്ടോ. എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെടുന്ന റെസിപ്പീസാണ് ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ഭാഗത്തൊക്കെ കോമൺ ആയിട്ട് എല്ലാ വീടുകളിലും ഉണ്ടാക്കുന്ന കുറച്ച് നാടൻ വിഭവങ്ങളാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാൻ മറന്നു പോകരുത്. എങ്ങനെയായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. എല്ലാം വെറൈറ്റി ആയിട്ടുള്ള നാടൻ വിഭവങ്ങളാണ്. മലപ്പുറത്തുകാർ പ്രത്യേകിച്ച് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതോടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കുറച്ചധികം ചെറിയുള്ളി ഒന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. നമ്മൾ മലപ്പുറത്തുകാർ വറവിടാനും എല്ലാത്തിനും ചെറിയുള്ളിയാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുക. അപ്പം അതൊന്ന് തൊലിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ റെസിപ്പീസ് എല്ലാതും കുറച്ച് നാടൻ വിഭവങ്ങളാണ്. നമുക്ക് ചെറിയ ഉള്ളി എല്ലാത്തിനും കുറേശ്ശെ ആവശ്യമുണ്ട്. അരയ്ക്കാനും അതുപോലെ വറവിട്ട് കൊടുക്കാനൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. ബാക്കി നമുക്ക് പല പല ആവശ്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാം അവിടെ കഴുകി മാറ്റി വയ്ക്കുന്നുണ്ട്. പിന്നെ ഇടിച്ചക്കൻ്റെ തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ചക്ക നോക്കിയിട്ട് പോയതാണ്. അപ്പം 2 ചെറിയ ചക്ക ഇട്ടിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ഫ്രഷ് ആയിട്ട് പറമ്പിൽ നിന്ന് എടുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ അത് പ്രത്യേക ഒരു രസം തന്നെയാണ്. മലപ്പുറം ഭാഗത്തു നിന്നല്ല, എല്ലാ നാട്ടിലും ഈ ചക്ക വെച്ചിട്ട് കുറേ ഐറ്റംസൊക്കെ ഉണ്ടാക്കാറുണ്ട്. നമ്മുടെ ഭാഗത്ത് ചക്ക വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഒരു ഐറ്റമാണ് ഞാനിന്ന് ഷെയർ ചെയ്യുന്നത്. പിന്നെ ഓർക്കാപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി എന്നൊക്കെ പറയും. ഇത് വെച്ചിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ട് മക്കളെ. അതായത് ഒരു കറി ഉണ്ട് വെക്കാൻ. നമ്മുടെ മലപ്പുറത്ത് കാണുന്ന ഒരു സ്പെഷ്യൽ കറിയാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് നേരെ നമ്മൾ പോയിട്ട് കറി വെക്കാനൊന്നും പറ്റില്ല. അത് വേറൊരു സംഭവം കൂടിയുണ്ട്. അതിലെ കറൊക്കെ ഒന്ന് കളയാനുണ്ട്. പിന്നെ മലപ്പുറത്ത് മിക്ക വീടുകളിലും വെണ്ടയ്ക്കൊന്ന് പൊരിച്ചെടുക്കാറുണ്ട് മിക്ക ദിവസങ്ങളും ഉച്ചയൂണിനായിട്ട്. അപ്പോൾ അതും ഞാൻ ചെറുതായിട്ട് അതിൻ്റെ കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. അത് റെസിപ്പി ഒന്നും കാണിക്കാനൊന്നുമില്ല. പിന്നെ ഇവിടെ നാത്തൂനും വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നാത്തൂൻ പറഞ്ഞതാണ് ഇടിച്ചക്ക വെച്ചിട്ടുള്ള തോരൻ. അത് നമ്മളിവിടെ കോമൺ ആയിട്ട് മിക്ക വീടുകളിലും ചക്കയുടെ സീസണിലൊക്കെ ഉണ്ടാക്കുന്നൊരു തോരനാണ്. നല്ല ടേസ്റ്റാണ്. അധികം പണിയൊന്നുമില്ല. അങ്ങനെ ചക്കയുടെ തൊലി ഒന്ന് കളഞ്ഞിട്ട്, മൂപ്പ് എത്താത്ത ചക്ക വേണം എടുക്കാൻ. തൊലി കളഞ്ഞിട്ട് ഇതുപോലെ 4ആയിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് പിന്നെ അരിഞ്ഞെടുക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണത്. പിന്നെ കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി വേണം നമുക്ക് ചക്കയുടെ തൊലിയും ഇതൊക്കെ കളയാൻ വേണ്ടിയിട്ട്. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഇനി ഞാൻ മണ്ണിൻ്റെ ചട്ടിയിലാണ് മിക്കതും ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ഇടിച്ചക്ക ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ മണ്ണിൻ്റെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇടിച്ചക്ക ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചൂടുവെള്ളം, ഒരു കപ്പ് ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് അടച്ച് വയ്ക്കുക, ഒന്ന് കുക്കായിക്കോട്ടെ. പിന്നെ ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് മലപ്പുറം ഭാഗത്ത് നമുക്ക് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ വെറുതെ ഒരു കൂട്ടാൻ ഉണ്ടാക്കും, ഉള്ള ചേരുവകൾ വെച്ചിട്ട്. അപ്പോൾ എല്ലാതും വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് ഈ കൂട്ടാൻ എന്ന് പറഞ്ഞത്. അത് കറികളൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും പച്ചക്കറികളുണ്ടെങ്കിൽ അത് വെച്ചിട്ടുണ്ടാക്കും. അപ്പോൾ ഇവിടെ ഞാൻ ചേമ്പിൻ്റെ താളുണ്ടല്ലോ, താളെടുത്തിട്ടുണ്ട്. പപ്പായ ചെറിയൊരു കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ കാവൂത്ത്, അതുപോലെ ചേമ്പിൻ്റെ വിത്ത്. ഇങ്ങനെ 4 ഐറ്റംസ് വെച്ചിട്ടാണ് കൂട്ടാൻ ഉണ്ടാക്കുന്നത്. ചിലർ ഈ ചേമ്പും താളും കൂട്ടാൻ അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടാക്കും. അപ്പോൾ ഇതിപ്പോൾ താള് മാത്രമല്ല, എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ പച്ചക്കറികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം കൂടി വേവിച്ചെടുക്കുക. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പരിപാടി തന്നെയാണ്. പിന്നെ ഈ താളുണ്ടെങ്കിൽ പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ താളിതുപോലെ തൊലി ഇങ്ങനെ ചിരണ്ടി എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക. പ്രഷർ കുക്കറിലാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് കേട്ടോ. പിന്നെ കാവൂത്ത് അല്ലെങ്കിൽ കാവിത്ത് എന്നൊക്കെ പറയും. അത് ചെറിയ 2 കഷ്ണം എടുത്തിട്ടുണ്ട്. പിന്നെ പപ്പായ കുറച്ചൊന്ന് മൂപ്പായിട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, പച്ച പപ്പായ എടുക്കുക. പിന്നെ ചേമ്പിൻ്റെ വിത്ത്. പിന്നെ നമ്മുടെ ഇടിച്ചക്ക അവിടെ നമ്മൾ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോഴും വെള്ളമുണ്ട്, വെള്ളം ഒന്ന് വറ്റിക്കോട്ടെ. അതുപോലെ തന്നെ അത്യാവശ്യം കുക്കാവണം. എന്നിട്ടാണ് നമ്മളത് വറവിട്ട് കൊടുക്കുന്നത്. നല്ല സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ മലപ്പുറം ഭാഗത്ത് എന്തെങ്കിലും 2 ഐറ്റം കിട്ടിയാലും നമ്മൾ കൂട്ടാൻ ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ ഈ സ്പെഷ്യൽ ഉച്ചയൂണിൽ ഇത് കാണിക്കാൻ തന്നെ മെയിൻ കാരണം. ഞാനിതുവരെ കൂട്ടാൻ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ ഉമ്മയാണ് ഇങ്ങനത്തെ കുറേ പരിപാടികളൊക്കെ ചെയ്യുക. ഞാൻ പിന്നെ മെയിൻ കറികളൊക്കെ നോക്കുള്ളൂ. മീൻ കറി, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസൊക്കെ നോക്കുള്ളൂ. ഇങ്ങനെ പച്ചക്കറിയുടെ വിഭവങ്ങളൊക്കെ ഉമ്മയാണ് കൂടുതലായിട്ടും ചെയ്യുക. അപ്പോൾ അതെല്ലാം കൂടി പ്രഷർ കുക്കറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് വെള്ളവും, ഒരു 1.5 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം അത് വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് പ്രഷർ കുക്ക് ചെയ്തെടുക്കുക.
ഒരു 3 വിസിലൊക്കെ വന്നോട്ടെ. നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നല്ലോണം വെന്ത് ഉടയണം, എന്നാലേ നമുക്കതൊരു കൂട്ടാൻ പരുവത്തിലായി കിട്ടുള്ളൂ. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഞാനവിടെ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. ആദ്യം മണ്ണിൻ്റെ ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ട് ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒരു 2 തക്കാളി, നല്ല പഴുത്ത നല്ല റെഡ് കളറുള്ള തക്കാളീനെ എടുക്കുക കേട്ടോ. ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മാന്തൾ വറ്റിച്ചതെന്ന് പറയും. മാന്തൾ വെച്ചിട്ട് നല്ലൊരു അടിപൊളി സംഭവമായിട്ടത്. ഇതിലോട്ട് 2 തക്കാളി അരിഞ്ഞതും പിന്നെ ഒരു പച്ചമുളക്, എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതലിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പില, പിന്നെ മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂണ്, മുളക് പൊടി ഒരു ടേബിൾ സ്പൂണ്, പിന്നെ മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ്. എരിവ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ മുളക് പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുക്കണം. നല്ലോണം സോഫ്റ്റായിട്ട് എടുക്കണം കേട്ടോ. തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വരണം. ഇതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു ഫിഷ് റെസിപ്പി കൂടിയാണ് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 1/4 കപ്പിലും കുറവ് വെള്ളം ഒഴിച്ചാൽ മതി, ഒരുപാടൊന്നും ഒഴിച്ചു കൊടുക്കണ്ട. എന്നിട്ട് മാന്തളാട്ടോ നമ്മളിത് മെയിൻ ഇത് വെച്ചിട്ടുണ്ടാക്കുന്നത്. മാന്തൾ ഒരു 1/2 കിലോ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് പ്ലേറ്റിലോട്ട് മാറ്റുന്നത്. അപ്പോൾ ഇതിങ്ങനെ അടക്കി വെക്കുന്നത് ഒരു സ്റ്റൈലുണ്ട്. അതിപ്പോൾ ഉമ്മയാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ ഇത് പറയുകയാണെങ്കിലും ഞാനിത് ചെയ്തിട്ടില്ല. കാരണം ഉമ്മയാണ് ഇത് എപ്പോഴും ഇതിവിടെ ഉണ്ടാക്കുക. ഉമ്മയുടെ സ്പെഷ്യൽ റെസിപ്പിയാണത്. അപ്പം ഇതിങ്ങനെ 4 വെച്ചിട്ട് ഇങ്ങനെ മേലക്ക് വെക്കണം. എന്നാലേ എല്ലാം ഒരേപോലെ കുക്കായി കിട്ടുള്ളൂ കേട്ടോ. നമ്മൾ എല്ലാം കൂടി കറി വെക്കുന്ന പോലെ അല്ല കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ 4 വെച്ചിട്ട് ഒതുക്കി വട്ടത്തിലാക്കി വെക്കണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ ഈ മസാല എല്ലാം കൂടി വെക്കണം. പിന്നെ വേറെ ഒന്നും ചേർക്കുന്നില്ല. ഇതിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒന്ന് തിളയ്ക്കുന്ന വരെ നല്ലോണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കാനുണ്ട്. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇടിച്ചക്ക വറവിട്ട് കൊടുക്കാണ്ടല്ലോ. അതിലോട്ട് 2 ഉണക്കമുളക്, വെളുത്തുള്ളി, ചെറിയ ഉള്ളി ഇതെല്ലാം കൂടി ഒന്നിങ്ങനെ ചതച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഈ ഒരു ചട്ടിയിലായിരുന്നു നമ്മൾ ഇടിച്ചക്ക വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നത്. അത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ആ സെയിം പാത്രത്തിലോട്ട് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിക്കുക. കടുക് പൊട്ടിയ ശേഷം നമുക്ക് നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള സംഭവങ്ങളുണ്ടല്ലോ, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഉണക്കമുളക് ഇതെല്ലാം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക. എല്ലാം ഒന്ന് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷമാണ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്ക അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇടിച്ചക്ക തോരൻക്ക് ഉള്ളത്. വേറൊന്നും ചേർക്കാനില്ല, തേങ്ങ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ. ഇത് സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ വേവിച്ച് വെച്ചിട്ടുള്ള ഇടിച്ചക്കയാണത്. അത് ഇതിലോട്ട് ഇത് മൂത്ത് വന്ന ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ടേസ്റ്റിൽ മാറ്റം വരും. ഞാൻ പറഞ്ഞില്ലേ, ചെറിയുള്ളി നമ്മളിവിടെ കൂടുതലായിട്ട് യൂസ് ചെയ്യും. കടുക് പൊട്ടിച്ചാൽ നമ്മൾ ചെറിയുള്ളി യൂസ് ചെയ്യും. അതാണ് നമ്മുടെ ഈ ഒരു മലപ്പുറത്തുകാരുടെ ഒരു പ്രത്യേകത. അപ്പോൾ അതാ നമ്മുടെ മാന്തൾ നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇടിച്ചക്ക വേവിച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. അതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഉപ്പ് ചേർക്കുമ്പം ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ അതാ ഇങ്ങനെ ഒന്ന് കുടഞ്ഞെടുത്താൽ മതി ചട്ടി. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഇടിച്ചക്ക തോരൻ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ചിലർ തേങ്ങ ഒതുക്കിയിട്ട് അതിൻ്റെ മുകളിലിട്ട് കൊടുക്കും. അപ്പം അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റാണ്. അപ്പം നമ്മുടെ മാന്തൾ ഇതാ നല്ലോണം കുക്കായിട്ടുണ്ട്. അടിയിൽ പിടിക്കാണ്ട് നോക്കണം കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം വെളിച്ചെണ്ണ കുറച്ചൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം മാന്തൾ കുക്ക് ചെയ്യാൻ. ഇനി അടുത്ത സംഭവം, നമ്മളിതുവരെ കറി ഉണ്ടാക്കിയിട്ടില്ല. കറി ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഓർക്കാപ്പുളി അല്ലെങ്കിൽ ഇരുമ്പൻ പുളി വെച്ചിട്ടാണ്. നല്ലൊരു സ്പെഷ്യൽ കറി തന്നെയാണത്. അപ്പോൾ അതാ ഇതുപോലെ 2 കട്ട് ചെയ്തിട്ട് പിന്നെ പകുതി കട്ട് ചെയ്ത്, അതായത് ഒരു ഓർക്കാപ്പുളി 4 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം കഴുകിയെടുത്ത ശേഷം അതിലോട്ട് ചൂടുള്ള നല്ല തിളച്ച കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുക്കുക. പലരും ഓർക്കാപ്പുളി നേരിട്ടായിരിക്കും കുക്ക് ചെയ്തെടുക്കുന്നത്. പക്ഷേ ഇതുപോലെ ഇങ്ങനെ കണ്ടോ നിങ്ങൾ, അതിൻ്റെ കളർ മാറി വരുന്നത്, ആ ഒരു കറ ഉണ്ട് ഓർക്കാപ്പുളിയിൽ, അതാണ് ഭയങ്കരമായിട്ട് ഒരു പുളി വരുന്നത്. ആ പുളി ഒന്ന് കളഞ്ഞ് കിട്ടിയാൽ നമ്മുടെ ഓർക്കാപ്പുളി ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ദാ കളർ മാറി, ആ ഗ്രീൻ കളർ മാറിയിട്ട് വേറൊരു കളറായില്ലേ, ഈ ഒരു സ്റ്റേജിലാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളത്തിൽ, നല്ല ചൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഓർക്കാപ്പുളിയുടെ കറ കളഞ്ഞിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാൻ. എന്നിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ചട്ടിയിലിട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 2 പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്, ഒരു 1/4 ടീസ്പൂൺ, ഒരുപാടൊന്നും വേണ്ട. ഇനി ഇതിലോട്ട് ഒരു കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കുക. അതാ ഇങ്ങനെ മുങ്ങുന്ന പരുവത്തിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് തിളക്കട്ടെ. തിളച്ച് വന്ന ശേഷമാണ് നമ്മളതിലോട്ട് അരപ്പ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിപ്പം നമ്മളിപ്പോൾ അരപ്പ് ഉണ്ടാക്കുന്നത് നമ്മുടെ കൂട്ടാനിലോട്ടോ കേട്ടോ. കൂട്ടാൻ നമ്മൾ നേരത്തെ കുക്കറിൽ വെച്ചില്ലേ, അതിലോട്ടുള്ള അരപ്പാണ്. അപ്പം ഒരു 2 പിടി തേങ്ങ, ചെറിയ ജീരകം,
2-3 വെളുത്തുള്ളി, ചെറിയ ഉള്ളി, 2 പച്ചമുളക്, പിന്നെ കറിവേപ്പില തണ്ടോട് കൂടിയിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത ശേഷം പിന്നെ കുറച്ച് വെള്ളത്തിൽ ഒന്നങ്ങോട്ട് അരച്ചെടുക്കുക. ഒരുപാട് പേസ്റ്റ് പരത്തിലൊന്നും അരച്ചെടുക്കണ്ട. അപ്പോൾ ഇതാ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളത്തിൽ ഒന്നങ്ങോട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരുപാട് പേസ്റ്റ് ആക്കരുത് കേട്ടോ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൂട്ടാനിലോട്ട് വല്ലാണ്ട് പേസ്റ്റ് ആക്കില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ അരപ്പ്. പിന്നെ ഇനി കൂട്ടാൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കറികൾ മാത്രം വേവിച്ചെടുക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ അരപ്പ് ചേർത്തിട്ട് പിന്നെ വേവിച്ചെടുക്കില്ല കൂട്ടാനിലോട്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒന്ന് എടുത്ത് മാറ്റുന്നുണ്ട്, എന്നിട്ട് നല്ലോണം ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്നും ഇനി അടുപ്പത്ത് വെച്ചിട്ട് ചെയ്യുന്ന പരിപാടികളല്ല. അപ്പോൾ പുറത്ത് വെച്ചിട്ടാട്ടോ ചെയ്യുന്നത്. അരപ്പ് ചേർത്ത ശേഷം പിന്നെ ചൂടാക്കാനേ പാടില്ല. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഉപ്പ് നമ്മൾ ചേർത്തിട്ടില്ല കേട്ടോ, നല്ലോണം കുത്തി ഉടക്കണം കേട്ടോ. അപ്പോൾ ആദ്യം അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ്, എന്നിട്ടാണ് നമ്മൾ ഇതിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് വെള്ളം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു, കാരണം നമുക്കിത് ഒരു ലൂസ് ആവാനും പാടില്ല, എന്നാൽ ഭയങ്കര കട്ടിയാവാനും പാടില്ല. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക, എന്നിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ കൂട്ടാൻ കേട്ടോ. കറിക്ക് പകരം ഉപയോഗിക്കാം, സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം. അപ്പോൾ കറികളൊന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ചോറും ഈ ഒരു കൂട്ടാനും മാത്രം മതിയാവും മലപ്പുറം ഭാഗത്തൊക്കെ ഉച്ചയൂണിന്. അപ്പോൾ അതാണ് ഇത് സ്പെഷ്യലായിട്ട് കാണിക്കാൻ കാരണം. പിന്നെ നമ്മുടെ ചെല്ലി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട്, അതുപോലെ ചെല്ലിയും ഓർക്കാപ്പുളിയും കറിയാണ് നമ്മളിന്ന് സ്പെഷ്യലായിട്ട് വേറെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് ചെല്ലി ചേർക്കാനുണ്ട്, ഇപ്പോഴല്ല. അപ്പോൾ അതിനായിട്ടുള്ള ചെല്ലി അവിടെ കഴുകിയിട്ട് വറുത്തെടുക്കുവാണ്, ചൂടാക്കി എടുക്കുവാണ്. നമ്മുടെ ഓർക്കാപ്പുളിയുടെ കറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ നമ്മുടെ മാന്തൾ വറ്റിച്ചത് റെഡി ആയിട്ടുണ്ട്, ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് വറവിട്ട് കൊടുക്കാനുണ്ട്. അതിന് മുമ്പ് നമുക്ക് കറിയിലോട്ടുള്ള തേങ്ങ ഒന്ന് അരപ്പൊന്ന് റെഡിയാക്കി എടുക്കാം. 1 കപ്പ് തേങ്ങ, ഒരു 3-4 ചെറിയ ഉള്ളി, പിന്നെ ചെറിയ ജീരകം, ഇതെല്ലാം കൂടി കുറച്ച് വെള്ളത്തിൽ നല്ല പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കണം. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കട്ടോ, നല്ലോണം അരച്ചെടുക്കണം. പിന്നെ ഈ വറവിട്ട് കൊടുക്കുന്നത് വെളിച്ചെണ്ണയിലോട്ട് ചെറിയ ഉള്ളി ചേർത്തിട്ട് വറവിട്ട് കൊടുക്കുന്നത് നമ്മുടെ മാന്തളിൻ്റെ മുകളിലോട്ട് കേട്ടോ, വറ്റിച്ചെടുത്തുള്ള മാന്തളിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാനാണ്. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് വറവിട്ട് കൊടുക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ മാന്തളിൻ്റെ വിഭവം. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്, മാന്തൾ വറ്റിച്ചതെന്ന് പറയും. അപ്പോൾ അങ്ങനെ അടച്ച് വയ്ക്കാം നമുക്ക്. ഇത് നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മീൻ കൊണ്ടുള്ള വിഭവമാണ്. അപ്പോൾ നമ്മുടെ ഓർക്കാപ്പുളിയും എല്ലാം കൂടി നമ്മൾ വേവിച്ചെടുത്തത് നല്ലോണം കുക്കായിട്ടുണ്ട്. ഓർക്കാപ്പുളിയൊക്കെ നല്ലോണം കുക്കായിട്ടുണ്ട്. ഇനി അതിലോട്ട് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ, ഈ ഒരു പരുവത്തിൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചല്ലോ അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. അരപ്പ് നല്ലോണം അരച്ചെടുക്കണം കേട്ടോ. ഞാൻ അരച്ചത് കുറച്ചൊന്ന് കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ നമ്മുടെ കറിയുടെ ആ ഒരു ഇത് പരുവ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും, ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നല്ല മഷി പോലെ അരച്ചെടുക്കണം, എന്നാലേ നമ്മുടെ കറി നന്നാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതൊന്നും തിളയ്ക്കുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ആ ഒരു സ്റ്റേജിൽ നമുക്ക് ഇതിൻ്റെ മുകളിൽ ചെല്ലി വറുത്ത് പൊടിച്ചത് ഇട്ട് കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണത്തിലോട്ടുള്ള ചെല്ലിയാണ്. അതിൽ കുറച്ചെടുത്തിട്ട് ഞാനിതങ്ങനെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. വല്ലാണ്ട് പൊടിച്ചെടുക്കണ്ട, ഒന്നും ചതച്ചെടുത്താൽ മതി. പിന്നെ കറി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, തിള വരുന്നതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യും വേണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ ചെല്ലി പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെല്ലി അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ എന്നൊക്കെ പറയും. അപ്പോൾ ഇട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. അത് തിള വരുന്നതിന് മുമ്പ് നമുക്ക് ഓഫ് ചെയ്യും വേണം. ഇനി നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം. വെളിച്ചെണ്ണയിലോട്ട് കടുക്, ഉണക്കമുളക്, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്തിട്ട് പൊട്ടിച്ച ശേഷം ഇതിലോട്ടിട്ട് കൊടുക്കുക, വറവിട്ട് കൊടുക്കുക. പിന്നെ ഇതുപോലത്തെ കറികളൊക്കെ അറിയുന്നുണ്ടാവും എല്ലാവർക്കും. നല്ലോണം തിളച്ച് മറിഞ്ഞിട്ടുണ്ടെങ്കിൽ കറിയുടെ ആ ഒരു ടെക്സ്ചർ തന്നെ മാറിപ്പോകും. അപ്പോൾ തിളയ്ക്കാൻ പാടില്ല. തിള വരുന്ന ആ ഒരു ബബിൾസ് വരുന്ന സമയത്ത് ഓഫ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഓർക്കാപ്പുളിയും ചെല്ലിയും കൂടിയുള്ള കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കറിയാണ്. ഇതിൽ ഓർക്കാപ്പുളിയൊക്കെ പ്രത്യേകിച്ച് എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ ഓർക്കാപ്പുളി എന്നാണ് പറയുക, ഇരുമ്പൻ പുളിക്ക് കേട്ടോ. അപ്പം ആ പാനിലോട്ട് ഞാൻ വെണ്ടയ്ക്ക ഫ്രൈ ചെയ്യാൻ മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഇത് ചെല്ലി ചമ്മന്തി ഉണ്ട്, സ്പെഷ്യൽ ചമ്മന്തിയാണ്, ഒരു റോസ്റ്റഡ് ചമ്മന്തിയാണ്. അത് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. ചെറിയ ഉള്ളി ഒരു 2 പിടിയോളം എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക, അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താലും മതി. അപ്പോൾ ഇവിടെ ചതച്ചാണ് എടുക്കുന്നത്, സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഒന്നങ്ങോട്ട് ചതച്ചെടുക്കുന്നുണ്ട്. ഏതായാലും എല്ലാതും ഞാൻ ചട്ടിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും ചട്ടിയിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചട്ടി ചൂടാക്കിയ ശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ വെണ്ടക്കാട് ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം അതിലോട്ട് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയുള്ളി നല്ലോണം സോഫ്റ്റായിട്ട് വരണം, നല്ലോണം കളറൊക്കെ ഒന്ന് മാറണം, എന്നിട്ട് നമ്മൾ ബാക്കിയൊക്കെ ചേർത്ത് കൊടുക്കുകയുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണക്കമുളക് ഒരു 2 എണ്ണം ചെറുതായിട്ട് കട്ട് ചെയ്തതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. കറിവേപ്പില നിർബന്ധമാണ്, പക്ഷേ ഉണക്കമുളക് നിർബന്ധമില്ല. അതിന് പകരം മുളക് പൊടി ആയാലും മതി കേട്ടോ. അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആക്കിയിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. അതും മണ്ണിൻ്റെ ചട്ടി തന്നെ മാറ്റുവാണ്.
ഇനി ഒരു തക്കാളി നല്ലോണം കനം കുറഞ്ഞിട്ട് അരിഞ്ഞെടുക്കുക. ഒരു വലിയ തക്കാളി തന്നെ എടുത്തോളൂ. അതുപോലെ ഉള്ളി നല്ലോണം, ചെറിയ ഉള്ളി നല്ലോണം വഴണ്ട് വന്ന ശേഷം മാത്രം തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി നല്ലോണം ഉടഞ്ഞ് വരണം കേട്ടോ, നല്ലോണം കളറൊക്കെ മാറി വരണം. പിന്നെ ഇതിലോട്ട് 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ ചെല്ലി ഒന്ന് പൊടിച്ചെടുക്കുക കേട്ടോ, അതുപോലെ ഒന്ന് കുത്തി കൊടുത്താൽ മതി. കുറച്ച് മാത്രം മതി ചെല്ലി. അപ്പോൾ ഇതാ നമ്മുടെ ചമ്മന്തി ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചെല്ലി ഇട്ട് കൊടുക്കാനേ ഉള്ളൂ. നല്ലോണം റോസ്റ്റൊക്കെ ആയിട്ടുണ്ട്. ഇത് നല്ലൊരു ടേസ്റ്റാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് ചോറിൻ്റെ കൂടെ കറികളൊന്നും ഇല്ലെങ്കിൽ ഈ ഒരു കൂട്ടാൻ മാത്രം മതി, അതായത് ഈ ഒരു ചമ്മന്തി മാത്രം മതി നമുക്ക് ചോറ് ഒരുപാട് കഴിക്കാൻ വേണ്ടിയിട്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചെല്ലി ഇട്ട് കൊടുത്ത ശേഷം നല്ലോണം മിക്സ് ചെയ്തിട്ട് അത് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടാനുകളും റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു കൂട്ടാൻ താളും ചേമ്പുത്തും എല്ലാം കൂടിയുള്ള കൂട്ടാൻ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ അതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. എല്ലാം നമ്മൾ മണ്ണിൻ്റെ ചട്ടിയിലായിപ്പോയി. അപ്പോൾ എല്ലാം കൂടി അങ്ങനെ ആക്കിയിട്ട് ലാസ്റ്റത്തെ ഒരു സെർവിങ് ആണ് ഇനി നിങ്ങൾ കാണുന്നത്. പിന്നെ കുറച്ച് മോരും കൂടി റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ഓർക്കാപ്പുളിയും ചെല്ലിയും കൂടിയുള്ള കറിയാണ്. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ തേങ്ങ അരയ്ക്കുമ്പോൾ നല്ലോണം പേസ്റ്റ് വരത്തിൽ അരച്ചെടുക്കണം, അല്ലെങ്കിൽ ഇതുപോലെ കാണാൻ പറ്റും. പിന്നെ നമ്മുടെ മാന്തൾ വറ്റിച്ചത്, അത് നമ്മുടെ മലപ്പുറത്തുകാരുടെ മാത്രമായിട്ടുള്ളൊരു ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതും അധിക പേരൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. നമ്മുടെ ചെല്ലി ചമ്മന്തി അല്ലെങ്കിൽ ചെല്ലി റോസ്റ്റ് കുറച്ച് മാത്രം മതി ഒരുപാട് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ വെണ്ടക്ക ഫ്രൈ, ഈ മലപ്പുറം ഭാഗത്ത് കോമൺ ആയിട്ടുള്ളൊരു സൈഡ് ഡിഷാണ് വെണ്ടക്ക ഫ്രൈ. പിന്നെ നമ്മുടെ കൂട്ടാൻ താളും ചേമ്പുത്തും എല്ലാം കൂടിയുള്ള കൂട്ടാൻ, പിന്നെ ഇടിച്ചക്ക തോരൻ. പിന്നെ ഇവിടെ ഒട്ടുമിക്ക വീടുകളിലും കാണുന്ന ഒരു ഐറ്റം ആയിരിക്കും ഓർക്കാപ്പുളി. ഓർക്കാപ്പുളി ഇങ്ങനെ ഉപ്പിലിട്ട് വെക്കും, അല്ലെങ്കിൽ അച്ചാറിട്ട് വെക്കും, അല്ലെങ്കിൽ ഇതുപോലെ കറികൾക്കായിട്ട് യൂസ് ചെയ്യും. ഞാൻ ഒരുപാട് വീടുകൾ കണ്ടിട്ടുണ്ട്. ചിലർ ഓർക്കാപ്പുളി ഒന്നും യൂസ് ചെയ്യാറേ ഇല്ല. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്തെടുക്കുവാണെങ്കിൽ, ഇങ്ങനെ കറി ഉണ്ടാക്കുകയാണെങ്കിൽ പിന്നെ ഓർക്കാപ്പുളിക്കൊക്കെ ഭയങ്കര ഡിമാൻഡായിരിക്കും കേട്ടോ. ഓർക്കാപ്പുളിയുടെ ആ ഒരു കറ കളഞ്ഞിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിനി ചോറ് വിളമ്പാം. സാധാരണ എല്ലാവരും ചെല്ലി മാങ്ങ കറി ആയിരിക്കും ഉണ്ടാക്കുന്നത്. ഇത് ഓർക്കാപ്പുളി വെച്ചിട്ടായതുകൊണ്ട് തന്നെ ആ ഓർക്കാപ്പുളി ഇതിന്ന് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കും. മിക്ക വീടുകളിലും ഓർക്കാപ്പുളി ഉണ്ടാവും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. പിന്നെ ബാക്കിയുള്ള കൂട്ടാനുകളുടെയും അതുപോലെ സൈഡ് ഡിഷുകളുടെയും ഒന്നും ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യമില്ല. എല്ലാവർക്കും കാണുമ്പോൾ തന്നെ മനസ്സിലാവും എത്രത്തോളം ടേസ്റ്റി ആണെന്നുള്ളത്. അപ്പം എല്ലാവരും ഏതെങ്കിലുമൊക്കെ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് എഴുതി അറിയിക്കാൻ മറക്കരുത്. അതുപോലെ മലപ്പുറത്തുകാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ സ്പെഷ്യൽ ഐറ്റംസ് എന്തൊക്കെയാണെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. ഇങ്ങനത്തെ റെസിപ്പീസൊക്കെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ ഉമ്മമാർ ഉണ്ടാക്കാറുണ്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എത്രയൊക്കെ കൂട്ടാനുണ്ടെങ്കിലും നമുക്ക് ആ ഉപ്പിലിട്ട ഓർക്കാപ്പുളി ഉണ്ടല്ലോ, അതൊന്ന് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. പിന്നെ കാന്താരി മുളക് ഞാൻ വിട്ടുപോയതാണ്, വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്താണ് ശ്രദ്ധിച്ചത്. അതും ഒരു പ്രത്യേക ടേസ്റ്റാണ്. കാന്താരി മുളകും ഓർക്കാപ്പുളിയും കൂടി ഒരതിയതെന്ന് പറയും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കൂട്ടാൻ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ ഉണ്ടാക്കുവാണെങ്കിൽ അടിപൊളിയാണ്. എല്ലാം കൂടി ഒരുമിച്ച് ഉണ്ടാക്കുവാണെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക്